Hi everyone, this is Jebin Sir from Evica. അങ്ങനെ നമ്മുടെ iOS 26.4ന്റെ ബീറ്റ 4 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം 3.15 GB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഈ പറഞ്ഞ അപ്ഡേറ്റ് 3 to 4 GB വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ആപ്പിൾ iPadOS, macOS, watchOS, visionOS എന്നിങ്ങനെ കുറേയധികം ബീറ്റാസും റിലീസ് ചെയ്യേണ്ടത്. ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് iOSനെ ഫോക്കസ് സംസാരിക്കാം. ഇതേപോലെ ഐഫോണിൻ്റെയും ആപ്പിളിൻ്റെയും എല്ലാ കളറായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 million സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള അടിപൊളി വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെയും ലഭിക്കുന്നതാണ്. സോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് Jebin Xavier. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സ് എടുക്കാം. അവിടെ ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും അപ് ടു ഡേറ്റ് ആയിട്ട് iOS 26.4ൻ്റെ ആ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. മോർ ഡീറ്റെയിൽസിൽ ടാപ്പ് ചെയ്യാം. iOS 26.4ൻ്റെ പുതിയ ബേറ്റയുടെ ആ ഒരു ഓപ്ഷൻസും ബാക്കി ഡീറ്റെയിൽസും ബിൽ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 23E5234A എന്നാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൽഫബറ്റ് A ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു അപ്ഡേറ്റ് ആയിരിക്കും ബേറ്റ് ആയിട്ട് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ പുതിയ RC റിലീസായിട്ട് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയ മോഡേൺ ഫോണിൻ്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ടെക്നിക്കലായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം തന്നെ ബീറ്റ 2ൽ ഞാൻ പറഞ്ഞായിരുന്നു ബീറ്റ 4ലായിരിക്കും പുതിയ ഇമോജീസ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ പുതിയ കുറച്ച് ഇമോജീസ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ഇമോജീസും ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലേക്കും അതോടൊപ്പം മറ്റ് എല്ലാ സോഫ്റ്റ്വെയറിലേക്കും കൂടെ യൂണിക്കോഡായിട്ടാണ് ആപ്പിൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി iOS 26.4 ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുമ്പോൾ എല്ലാ iOS യൂസേഴ്സിനും ഈ ഓരോ ഇമോജീസും അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം അടുത്ത വരുന്ന ചേഞ്ച് നമ്മുടെ ആക്സസിബിലിറ്റിയിൽ ഉണ്ടായ ഒരു ഫീച്ചർ ആയിരുന്നു റെഡ്യൂസ് ഹൈലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. നേരെ സെറ്റിങ്സിൽ ആക്സസിബിലിറ്റി എടുക്കാം. ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് എടുത്ത് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ ആപ്പിൾ റിനെയിം ചെയ്ത് പുതിയൊരു ഓപ്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. റെഡ്യൂസ് ബ്രൈറ്റ് എഫക്റ്റ് എന്നുള്ള പേരിലേക്ക് ആപ്പിൾ അത് റിനെയിം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നമ്മുടെ സെറ്റിങ്സ് എടുത്തു. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇത് കൈ ഓടിക്കുമ്പോൾ ഒരു ചെറിയ ഹൈലൈറ്റിംഗ് എഫക്റ്റ് കാണാൻ പറ്റുന്നില്ലേ? കറക്റ്റായിട്ട് ആ ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് ഇത് ഓൺ ചെയ്യുമ്പോൾ കുറയും. ഞാൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് പ്രോപ്പറായിട്ട് ഇവിടെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെയിം ഓപ്ഷൻ തന്നെ നമ്മുടെ മെസ്സേജിങ് ഓപ്ഷനിലും ബാക്കി എല്ലാത്തിലും, അല്ലെങ്കിൽ കീബോർഡ് ഓപ്ഷനിലും ടാപ്പിങ്ങിലും എല്ലാം മാറും. ഞാനിപ്പോൾ മെസ്സേജ് എടുത്തു. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു എഫക്റ്റ് ഫീൽ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ നേരെ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തു. ഇനി ഞാനിവിടെ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു എഫക്റ്റിൽ ചെറിയൊരു ഷാഡോയും അതോടൊപ്പം ആ ഒരു ടാപ്പിൻ്റെ ഡെപ്ത് എഫക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ആപ്പിൾ ഉദ്ദേശിക്കുന്നത്. ചിലധികം കൂട്ടുകാർക്ക് ടാപ്പ് ചെയ്യുമ്പോഴും അതോടൊപ്പം ഡ്രാഗ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് താല്പര്യമില്ലെങ്കിൽ ഈ ഒരു ആക്സസിബിലിറ്റി ഓപ്ഷൻ ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ end-to-end എൻക്രിപ്ഷൻ RCS മെസ്സേജ് കൊണ്ടുവന്നിട്ടില്ല. ആപ്പിളിൻ്റെ കഴിഞ്ഞ അപ്ഡേറ്റ് വരെ ബീറ്റ 3 വരെ ആപ്പിൾ RCS അപ്ഡേറ്റ് കൊണ്ടുവന്നായിരുന്നു. അതൊരു ബേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ RCS അപ്ഡേറ്റിൻ്റെ end-to-end എൻക്രിപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് ആയപ്പോഴത്തേക്കും ആപ്പിൾ ആ ഒരു ഓപ്ഷൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ കാരിയേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സെലക്റ്റഡ് ആയ ഒരു കാരിയറിനാണ് RCS സപ്പോർട്ട് ഉള്ളത്. അത് ജിയോ മാത്രമാണ്. ആ ഒരു യൂസറിനാണെങ്കിൽ പോലും RCS സപ്പോർട്ടിൽ ഈ പറഞ്ഞ end-to-end എൻക്രിപ്ഷൻ ഇനി അടുത്ത അപ്ഡേറ്റ് അല്ലെങ്കിൽ വരുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റിൽ ലഭിക്കുമെന്നാണ് ആപ്പിൾ പറയുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ ഇപ്പോഴും ഇന്ത്യൻ യൂസേഴ്സിന് മാത്രമല്ല അമേരിക്കൻ യൂസേഴ്സ് അല്ലാതെ ബാക്കി ഒരു ഐഫോൺ യൂസേഴ്സിനും കിട്ടാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ആപ്പിളിൻ്റെ മ്യൂസിക്കിൽ വരുന്ന പുതിയ പ്ലേലിസ്റ്റ് പ്ലേഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ ഇപ്പോഴും US ഓൺലി ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ കൺട്രീസിനോ അതോടൊപ്പം വേറെ റീജിയണൽ ഐഫോൺ യൂസേഴ്സിനോ ഈ ഒരു ഓപ്ഷൻ
ആപ്പിൾ എനേബിൾ ചെയ്തിട്ടുള്ള. അത് പറയുമ്പോഴാണ് നമ്മുടെ പ്ലേലിസ്റ്റ് പ്ലേ ഗ്രൗണ്ട് ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ അല്ലാതെ പുതിയ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറും ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ബഗുകളും ബഗ് ഫിക്സസിനെ പറ്റി നോക്കാം. ഏറ്റവും ആദ്യം തന്നെ കാർപ്ലേന്റെ ബഗ് നോക്കാം. കുറേയധികം യൂസേഴ്സിന് കാർപ്ലേന് വലിയ ബഗ് ഉണ്ടായിരുന്നു. ഡിസ്കണക്റ്റ് ആയി പോവുക, അതോടൊപ്പം കണക്ട് ആവാതിരിക്കുക എന്നിങ്ങനെയുള്ള ബഗ് റിസോൾവ് ആയെന്നാണ് നമുക്കിട്ട് റിപ്പോർട്ട്. അതോടൊപ്പം കുറച്ച് ലാഗും ആനിമേഷനിൽ ചെറിയ സ്റ്റട്ടേഴ്സും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആനിമേഷൻ ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഡിവൈസ് ലോക്ക് ചെയ്തു, ഇപ്പോൾ അൺലോക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ സ്വൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ചില സമയത്ത് ഒരു ചെറിയ ലാഗ് ഈ ഒരു ആനിമേഷനിൽ അല്ലെങ്കിൽ സ്ക്രോളിംഗ് എഫക്റ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അതൊരു ബഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആനിമേഷൻ്റെ ചെറിയ ലാഗ് ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ഏജിങ് കാരണം വരുന്നതായിരിക്കാം. ആ ഒരു കാര്യം എനിക്ക് ഈ അപ്ഡേഷനിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് നമുക്ക് പോകാം. ഫീഡ്ബാക്ക് ആപ്പിൽ iOS 26.4 പുതിയ ബേറ്റഡ് എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ നോൺ ഇഷ്യൂസും അതോടൊപ്പം റിസോൾവ് ഇഷ്യൂസും പുതിയ എന്തെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിൽ ആ ഫീച്ചേഴ്സും ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മെസ്സേജിൽ പുതിയ ഫീച്ചർ എന്ന് കൊടുത്തിരുന്നത് RCSന്റെ പുതിയ end-to-end എൻക്രിപ്ഷൻ അവൈലബിൾ ചെയ്യും എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ ഫ്യൂച്ചറായിട്ട് വരാൻ പോകുന്ന സെയിം ഐഫോൺ ഡിവൈസുകളിലും എല്ലാം കറക്റ്റായിട്ട് ചെയ്യും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു അപ്ഡേറ്റിൽ വരും എന്ന് ആപ്പിൾ പറയുന്നില്ല. ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പറയാത്ത ബഗ്ഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗ്ലിച്ചോ ഉണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഫീഡ്ബാക്ക് ആപ്പിൽ എന്തായാലും അറിയിക്കണം. എന്നാൽ മാത്രമാണ് ആപ്പിളിന് വരുന്ന ഓരോ പുതിയ ബേറ്റയിലും അത് റിസോൾവ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൈസ് OS നമുക്ക് തരാൻ പറ്റുള്ളൂ. ഇനി എന്നാണ് iOS 26.4 ഒഫീഷ്യലി റിലീസ് ചെയ്യാൻ പോകുന്നത്, ബാക്കിയുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എന്തൊക്കെയായിരിക്കും വെച്ചാൽ കറക്റ്റായിട്ട് ആപ്പിൾ ഇപ്പോൾ ബൈ വീക്ക്ലി അപ്ഡേറ്റ് സൈക്കിളിൽ പോകുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് നമുക്കൊരു 16th ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 16th 17th ഒക്കെ ആകുമ്പോഴത്തേക്കും ഒഫീഷ്യലായിട്ട് iOS 26.4 RC റിലീസ് നമുക്ക് ലഭിക്കും. അതിനുശേഷം ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് വീക്കിൽ 23-24 ആകുമ്പോഴത്തേക്കും iOS 26.4 ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ആ ഒരു വീക്കിൽ തന്നെ സെക്കൻഡ് ലാസ്റ്റ് വീക്കിൽ തന്നെ iOS 26.5 പുതിയ ബേറ്റയും നമുക്ക് ലഭിക്കും. നമുക്കിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് iOS 26.5 ബേറ്റ 1 കുറേയധികം പുതിയ റീമാപ്ഡ് ആയിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസും അതോടൊപ്പം Siri 2.0 നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ ഏപ്രിൽ മന്തിലായിരിക്കും iOS 26.5 ബേറ്റ ഫുള്ള് കംപ്ലീറ്റ് ആകുക. മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും iOS 26.5 ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കും. അതിനുശേഷമാണ് ജൂണിൽ iOS 27 പുതിയ ഡെവലപ്മെൻറ്റ് ബേറ്റ് നമുക്ക് WW26 കാണാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൻ്റെ iOS പ്രിഡിക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ലാതെ ഇനി ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പറയുന്നത് സെക്കൻഡറി ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അല്ല പ്രൈമറി ഡിവൈസ് ആണെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് കാത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. എനിക്കിവിടെ ആപ്പിൾ ഫ്രീ ആയിട്ട് ഒരു ഡിസ്പ്ലേ ലൈൻ തന്നിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടുണ്ട് പൊക്കത്ത് ഈ ഒരു ഓപ്ഷനിൽ കണ്ടിട്ട്. പക്ഷേ എനിക്ക് ഈ ഒരു വാൾപേപ്പർ ഇട്ടുണ്ട്. ആ ഒരു കാര്യം മാസ്ക് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സെക്കൻഡറി ഡിവൈസിൽ അപ്ഡേറ്റ് ചെയ്താൽ ഡിസ്പ്ലേ ഇഷ്യൂസ് ഒന്നും വന്നാൽ നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൈമറി ഫോണിലാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂസും ബാക്കി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫണ്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് അത്യാവശ്യം സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സമയത്ത് ലോക്ക് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ ലാഗ്, ആനിമേഷൻ ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ എൻ്റെ ഡിവൈസിൻ്റെ ഏജിങ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് ആവാത്തതുകൊണ്ടായിരിക്കും. മേ ബി കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആനിമേഷൻ ലാഗും ബാക്കി എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ആയിക്കോളും. ആൻഡ് ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റിങ്സിൽ പോവാം. നമ്മുടെ ബാറ്ററി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീഗ്രേഡ് ആയിട്ടാണ് ബാറ്ററി സ്റ്റാറ്റസ് ഇപ്പോൾ ഉള്ളത്. സർവീസ് എടുക്കുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും 73% എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. കാരണം സെക്കൻഡറി ഡിവൈസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ബാറ്ററി അത്രയും കൺസേൺ ചെയ്യാറില്ല. ഇൻസ്റ്റഗ്രാം നോക്കുക, ആൻഡ് എൻ്റെ സ്കെഡ്യൂൾ കറക്റ്റായിട്ട് നോക്കുക, ഞാൻ കലണ്ടർ എപ്പോഴും ഞാൻ റീസെൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു 73% ബാറ്ററിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതോടൊപ്പം തേർമൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്ര നേരം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴും എൻ്റെ ഡിവൈസ് യാതൊരു കാരണവശാലും ചൂടായിട്ടുള്ള സൈഡ് ഗ്രിൽസിലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ആ ഒരു കൂൾ ഡൗൺ സ്റ്റേറ്റ് ആണ് ആപ്പിൾ അത്യാവശ്യം നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.4 ബീറ്റ 4 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക.
അതോടൊപ്പം ഇതേപോലെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാം അറിഞ്ഞെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള അടിപൊളി വാൾ പേപ്പേഴ്സും അതോടൊപ്പം സ്റ്റോറീസും റീൽസും നിങ്ങൾക്ക് അവിടെയും അറിയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് Bin Xavier signing from Evika.